വചനോത്സവം ഓൺലൈനിൻ്റെ തിരുമുഖ ആരാധനയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. ഇന്നേ ദിവസം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ച് ഈശോയുടെ തിരുവചനത്തെ, ഈശോയുടെ സ്വരത്തിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ഇന്നേ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാം. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ ഇപ്രകാരം വചനത്തിൽ വായിക്കും. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ തിരുമുഖം വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ഈശോയുടെ തിരുമുഖം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുശരീരം വ്യക്തിയായി വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളോടൊപ്പമുണ്ട്. ആ ഈശോയുടെ ദൈവ തേജസ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതിനു വേണ്ടി, നമുക്ക് അത് തിരിച്ചറിയുന്നതിനു വേണ്ടി അറിവിൻ്റെ പ്രകാശം നമുക്ക് ആവശ്യമാണ്. ഈശോയുടെ തിരുമുഖം ദർശിക്കുവാൻ, വ്യക്തിയായ ഈശോയെ തിരിച്ചറിയുവാൻ അറിവിൻ്റെ പ്രകാശം നമുക്ക് ആവശ്യമാണ്. ഇന്നേ ദിവസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാനയിലെ വ്യക്തിയായി അങ്ങ് സാന്നിധ്യമായി ഉണ്ട്. വ്യക്തിയായി അങ്ങയെ തിരിച്ചറിയുവാനുള്ള അറിവിൻ്റെ പ്രകാശം ഇന്നേ ദിവസം ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എനിക്ക് തരണമേ. നാളെ പുലരിയിൽ ഞാൻ ഉണരുമ്പോൾ ഈശോയെ അങ്ങയെ അറിഞ്ഞ് അങ്ങയെ അനുഭവിച്ച് ജീവിക്കുവാനുള്ള അറിവിൻ്റെ പ്രകാശം തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ മനുഷ്യരും ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈശോയുടെ തിരുവചനത്തെയും നാം സ്നേഹിക്കണം. ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കേണ്ട തിരുവചനം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാം വാക്യം പ്രകാരം ഈശോ അരുളി ചെയ്യുന്നു: ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈശോ പറയുകയാണ്, ഈശോയുടെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ദാഹിക്കുകയില്ല. ഈശോയുടെ അടുത്ത് വരിക. ഇന്ന് ഈ വചനം നമ്മൾ സ്നേഹിക്കണം. ഈ വചനം വായിച്ചാൽ മാത്രം പോരാ, ഈ വചനത്തെ സ്നേഹിക്കണം. ഈ വചനം മനസ്സിൽ ഓർക്കണം. അതോടൊപ്പം മനസ്സിൽ അത് ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിയോട് ചേർന്ന് ഈ വചനം മാറണം. ഈ വചനം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് മാറണം. ഈ വചനം നമ്മൾ പ്രവൃത്തിയാക്കി മാറ്റണം. എന്താണ് പ്രവൃത്തി? ഈശോ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ഈശോയുടെ അടുത്തേക്ക് വരിക. നാളെ പുലരിയിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. ഈ വചനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. നാളെ നേരം പുലരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. നമ്മൾ അകലങ്ങളിലായിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ സക്രാരിയിൽ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിലുണ്ട്. മനസ്സുകൊണ്ട്, ഓർമ്മ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് ഈശോയുടെ അടുത്ത് ആയിരിക്കുവാൻ ഓരോ പ്രവൃത്തിയായി നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, രാവിലെ പ്രഭാതത്തിൽ മുറ്റമടിക്കുമായിരിക്കും, പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമായിരിക്കും, പലരോടും സംസാരിക്കുമായിരിക്കും, നമ്മൾ പല പ്രവൃത്തികളും കാണുമായിരിക്കും. അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയുടെ അടുത്ത് വിശുദ്ധ കുർബാനയിൽ, ദേവാലയത്തിൽ, നമ്മുടെ ഇടവക ദേവാലയത്തിൽ സക്രാരിയിൽ ഇരിക്കുന്ന ഈശോയുടെ അടുത്ത് മനസ്സുകൊണ്ടായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് നാളെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. സ്വയം പറഞ്ഞവരെ, ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് സ്നേഹിക്കാം. ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് മുട്ടിമേലായിരിക്കാം. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ